ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ 2 ദിവസം മുമ്പ് അഫാൻ ഫോണിൽ ബന്ധപ്പെട്ടതായ ഒരു വ്യക്തിയുണ്ട്. അഫാൻ അങ്ങോട്ടും ആ വ്യക്തി ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അനിവാര്യമാണ്. കാരണം ഈ വ്യക്തിയിൽ നിന്നും അഫാൻ ചില തുക കൈപ്പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ആ തുക മടക്കി കൊടുക്കണം എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അഫാൻ അയാളുടെ കയ്യിൽ നിന്നും ഈ പണം വാങ്ങിയത് എന്നുള്ളതും അറിയേണ്ട കാര്യമാണ്. ഒന്നുകിൽ മറ്റാരുടെയെങ്കിലും കടം തിരികെ കൊടുക്കുന്നതിന് വേണ്ടി ഇയാളിൽ നിന്നും വായ്പയായി വാങ്ങിയതാകാം. അല്ലെങ്കിൽ അഫാനുമായി ബന്ധപ്പെട്ട ഏതോ രഹസ്യ ബന്ധം ഇയാൾക്ക് അഫാനുമായി ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും 2 ദിവസം മുമ്പ് ആ വ്യക്തി അഫാനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അയാളുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അയാൾക്ക് പണം കൊടുക്കേണ്ട അവസ്ഥ അഫാന് ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇയാൾ ഈ വിഷയം സ്വന്തം ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉമ്മയ്ക്ക് ഈ തുക വാങ്ങിയത് വിവരങ്ങൾ അറിയാമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ദുരൂഹതയുണ്ട്. എന്തായാലും ഉമ്മയും മകനും കൂടി ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് തുക ചോദിച്ചുകൊണ്ട് പോവുകയാണുണ്ടായത്. 50,000 രൂപ എന്ന നിസ്സാര തുകയാണ് ഈ ബന്ധു വീട്ടിൽ പോയി ഉമ്മയും മകനും ആവശ്യപ്പെട്ടത്. മുമ്പും പലവട്ടം തുക കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായും തിരിച്ച് തന്നിട്ടില്ല എന്ന് ഉമ്മയെയും മകനെയും ഈ ബന്ധു വീട്ടുകാർ ആക്ഷേപിക്കുകയുണ്ടായി. ആ ബന്ധു വീട്ടിലെ സ്ത്രീ പലപ്പോഴും പലിശയ്ക്ക് ഇവർക്ക് പണം കൊടുക്കുകയും നല്ല പലിശ ഈ ഉമ്മയിൽ നിന്നും മകനിൽ നിന്നും ആ സ്ത്രീ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇനി 1 രൂപ പോലും തരില്ല എന്ന് പറഞ്ഞ് വളരെയധികം നിന്ദിച്ചുകൊണ്ടാണ് ഉമ്മയെയും മകനെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത്. പിറ്റേന്ന് കൊലപാതകം നടക്കുന്നതിന് കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് ഉദ്ദേശം 10 മണിയോടുകൂടി അഫാൻ്റെ ഉമ്മ വീണ്ടും ഈ സ്ത്രീയെ ഫോണിലൂടെ വിളിക്കുകയും 10,000 രൂപയെങ്കിലും തന്ന് സഹായിക്കണം എന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോഴും ഈ സ്ത്രീ ആ തുക കൊടുക്കാൻ തയ്യാറായില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തുടർന്നാണ് അഫാനും ഉമ്മയും തമ്മിൽ ഈ തുകയുടെ പേരിൽ വഴക്ക് ഉണ്ടായിരിക്കാൻ സാധ്യത. അതിൻ്റെ രോഷത്തിൽ ഉമ്മയെ അഫാൻ തള്ളി താഴെയിടുകയും ഷാളുകൊണ്ട് കഴുത്തിൽ മുറുക്കുകയും ചെയ്തിരിക്കാനാണ് ഒന്നാമത്തെ കുറ്റമായി ആക്ഷേപിക്കാൻ കഴിയുന്നത്. ഉമ്മയും മകനും അപ്പോൾ നടന്ന സംഭാഷണത്തിൻ്റെ പ്രകോപനം അഫാനെ മറ്റ് കൊലപാതകങ്ങൾ നടത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ വ്യക്തിയുടെ ഭീഷണിയിൽ എങ്ങനെയെങ്കിലും അയാൾക്കുള്ള തുക മടക്കി കൊടുക്കണം എന്ന് അഫാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ ആദ്യം തെളിഞ്ഞത് ഉമ്മുമ്മയുടെ മുഖമാണ്. ഉമ്മുമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല മുമ്പ് ചോദിച്ചിട്ടും നൽകിയിട്ടില്ല. ഇപ്പോൾ അവർ നൽകാൻ സാധ്യതയില്ല. എന്നാൽ ചോദിച്ചു നോക്കാം, ലഭിച്ചില്ലെങ്കിൽ അവരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്ന് ആ സ്വർണം കൈക്കലാക്കി എവിടെയെങ്കിലും വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയ സുഹൃത്തിന് പണം തിരികെ കൊടുക്കണം എന്നുള്ളതാണ് അഫാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അയാൾ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് ചുറ്റികയുമായി എത്തുന്നത്. പതിവ് പോലെ സ്വർണം ചോദിച്ചു. ഉമ്മുമ്മ അത് കൊടുത്തില്ല. ചുറ്റിക കൊണ്ടടിച്ച് അവരെ കൊലപ്പെടുത്തി താഴെ വീഴ്ത്തി. അവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുത്തുകൊണ്ട് അയാൾ ജുവല്ലറിയിൽ എത്തി. നേരത്തെ 1,500 രൂപ അവിടെ നിന്നും വാങ്ങിയിരുന്നു.
പിന്നീട് ഈ ഗോൾഡ് അവിടെ പണയം വെച്ച് ബാക്കി തുക കൂടി ഇയാൾ വാങ്ങിച്ചു. ആ തുകയിൽ നിന്ന് കുറേ തുക ഈ ഭീഷണിപ്പെടുത്തിയ വ്യക്തിക്ക് അയാൾ ഓൺലൈനായി അയച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കി സൂക്ഷിച്ചിരുന്ന തുകയാണ് അയാൾ കുഞ്ഞനുജൻ്റെ ശവശരീരത്തിനു മുമ്പിൽ വിതറിയിട്ടത്. ഈ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് ഇയാളെ എത്തിച്ചതിൻ്റെ പിന്നിൽ ആ വ്യക്തിയുടെ പണം തിരികെ കിട്ടണം എന്നുള്ള ഒരു പ്രകോപനം ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അത് ആരാണെന്ന് പോലീസ് പരിശോധിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. ചില കാര്യങ്ങൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വിവരങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലാണ് പോലീസ് ഇപ്പോൾ. പക്ഷേ ചില കാര്യങ്ങൾ ഇനിയും അതുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ ഉള്ളത്, ഉമ്മ സുബോധത്തോടുകൂടി പൂർവ്വ ആരോഗ്യത്തോടു കൂടിയെങ്കിലും ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയാൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഉമ്മയും മകനും തമ്മിൽ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചിട്ടുള്ള വിവരം ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡയറിയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ ഡയറിയിൽ 65 ലക്ഷം രൂപയുടെ കടം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായി പറയുന്നു. പക്ഷേ ഇത്രയും വലിയ തുക ഒരിക്കലും ഇവർക്ക് കടബാധ്യതയായി ഉണ്ടാവില്ല എന്നാണ് അഫാൻ്റെ പിതാവ് റഹീം പറയുന്നത്. വെറും 15 ലക്ഷം രൂപയുടെ കടം മാത്രമാണ് തനിക്കുള്ളതെന്നും അതിനായി 5 ലക്ഷം രൂപ ഈ റഹീമിൻ്റെ ഭാര്യയും മകനും റഹീമിന് അയച്ചു കൊടുത്തതായും പറയുന്നുണ്ട്. പക്ഷേ ബാക്കി ഉള്ള ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ കടം എങ്ങനെ വന്നു എന്നുള്ളതാണ്. എത്ര ആർഭാടമായി ജീവിച്ചാലും 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഈ വീട്ടിൽ ഇത്രയും തുക ഇവർ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിലാണ് ദുരൂഹതയുള്ളത്. ഈ പണം ആർക്കു വേണ്ടിയെങ്കിലും ഇവർ ചെലവിട്ടിട്ടുണ്ടോ, അതോ എവരിൽ നിന്നും ആരെങ്കിലും പണം ഏതെങ്കിലും തരത്തിൽ അപഹരിച്ചിട്ടുണ്ടോ, എങ്ങോട്ടാണ് ഈ പണം ഒഴുകിപ്പോയത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹത തന്നെയാണ്. അത് അഫാൻ്റെ മാതാവ് ഷെമി പൂർണ്ണ മനസ്സോടുകൂടി പോലീസിനോട് എല്ലാം തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇനിയും ഈ കടബാധ്യതയുടെ യഥാർത്ഥ വസ്തുത പുറത്ത് വരികയുള്ളൂ. അതിന് അവർ ആശുപത്രിയിൽ നിന്നും ആരോഗ്യവതിയായി ഡിസ്ചാർജ് ചെയ്ത് വരേണ്ടതും ഉണ്ട്. പോലീസ് ഇപ്പോൾ റഹീമിനെയും അഫാനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്നും പല കള്ളത്തരങ്ങളും വെളിയിൽ വന്നേക്കാം. മകൻ്റെ ആർഭാട ജീവിതത്തിനു വേണ്ടി ഒരു ഉമ്മ വശംവദയായി നിന്നുകൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. മകൻ ആവശ്യപ്പെടുന്ന തുക കൊടുത്തുകൊണ്ട് മകനെ ഇത്തരം വഷളത്തരങ്ങളിലേക്ക് തള്ളി വിട്ടതിൽ ഈ ഉമ്മയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള വസ്തുതകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ മകൻ്റെ ഭീഷണിയിൽ ഒരു ഉമ്മ വഴങ്ങിക്കൊടുത്തതും ആകാം. കാരണം മുമ്പ് എലിവിഷം കഴിച്ച് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ വൈകല്യം കാണിച്ചിട്ടുള്ളത് ഉമ്മയ്ക്കറിയാം. മറ്റൊരവസരത്തിൽ അയാൾ വീട്ടിൻ്റെ മുകളിൽ നിന്നും ചാടും എന്ന ഭീഷണിയും ഉമ്മയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിരുന്നു. ഇതെല്ലാം ആ ഉമ്മയെ പേടിപ്പിച്ചിട്ടുണ്ടാകാം. പണം കൊടുത്തില്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും സാഹസം കാണിച്ചേക്കും എന്ന് ആ പാവം സ്ത്രീ ഭയപ്പെട്ടിട്ടും ഉണ്ടാകാം. എന്തായാലും ഭർത്താവിനെ അറിയിക്കാതെ ഈ ഉമ്മ മകനെ ചേർത്ത് പിടിച്ച്
അവൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടു നിന്നതും ഈ കൂട്ടക്കൊലയുടെ ഒരു കാരണമായി മാറി എന്ന് പറയാതെ വയ്യ.